നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സാന്റോസ് 2-0 മികച്ച വിജയം നേടുമ്പോൾ നെയ്മർ ജൂനിയർ ഫ്രീ കിക്കിലൂടെ ഒരു ഗോൾ കണ്ടെത്തി. രണ്ടാം ഗോളിന് വഴിവെച്ചത് അദ്ദേഹത്തിൻ്റെ കോർണർ കിക്കായിരുന്നു. അങ്ങനെ മികച്ച പ്രകടനം നടത്തി വരവേ താരം 76-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് പകരം ഗബ്രിയൽ വെറോണിനെ കളിക്കളത്തിലേക്ക് വിട്ടു. പരിക്കിൻ്റെ ചില സൂചനകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാധകർ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ ആശങ്കയിലാണ്. നമ്മുടെ സാന്റോസിൻ്റെ മാച്ച് റിപ്പോർട്ട് ഇട്ട വീഡിയോയുടെ താഴെ നിരവധി സുഹൃത്തുക്കളാണ് നെയ്മർക്ക് എന്തെങ്കിലും സീനുണ്ടോ, നെയ്മർക്ക് ഇഞ്ചുറി പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ട് നമ്മൾ ഈ വിഷയത്തിൽ പരിശോധിക്കുന്നു. ഗ്ലോബോ പറയുന്നത് ഇങ്ങനെയാണ്: നമ്പർ 10, അതായത് നെയ്മർ ജൂനിയർ കളിയുടെ ഒരു 10 മിനിറ്റിലധികം സമയം മുമ്പ് കളിക്കളം വിടുകയുണ്ടായി. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തൈസിൽ, അദ്ദേഹത്തിൻ്റെ തുടയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടു. കളിക്കളത്തിൽ വെച്ച് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു. പരിക്കിൻ്റെ സൂചനകൾ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കളിക്കളത്തിൽ നിന്ന് പിൻവലിച്ചത്. ബട്ട് നോട്ട് സീരിയസ്. അത് സീരിയസ് ആയിട്ടുള്ള പരിക്കല്ല, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വേദന മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല, സീരിയസ് അല്ല എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ട്. ബാക്കി കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സാന്റോസിൻ്റെ കോച്ചും മറ്റുള്ളവരും ഒക്കെ പ്രതികരിക്കും. അങ്ങനെയെങ്കിൽ അത് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ലഭ്യമാവുന്ന വാർത്ത, ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്മർക്ക് കാലിൻ്റെ തുടയിൽ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ള ഒന്നല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.